നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളോട് പറയുന്നതായ ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. മനസ്സിലെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഏവരുടെയും ജീവിതം വളരെ വ്യത്യസ്തം തന്നെയാണ്. കാരണം എപ്പോഴും ദുഃഖം മാത്രമായിരിക്കില്ല, സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരും. അത്തരത്തിൽ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എപ്പോഴും ഒരു പരിശ്രമം അനിവാര്യം തന്നെയാണ്. ദുഃഖം വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം ഉണ്ടാകേണ്ടതാണ്. ആ സമയം ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടതാകുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടത്തിന് വിപരീതമായി സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം പല വ്യക്തികളും നിങ്ങളെ താഴ്ത്തി കെട്ടുകയോ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പോലും, അല്ലെങ്കിൽ അത് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആണ് എങ്കിലും, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ പ്രതിവിധിക്കായുള്ള അവസരങ്ങൾ നിങ്ങൾ തേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ആ വിഷമത്തിന്റെ കാഠിന്യം കുറച്ചു തരണം എന്നും അത് ഒഴിവായി പോകണം എന്നും പ്രാർത്ഥിക്കാവുന്നതുമാണ്. അത്തരത്തിൽ പ്രാർത്ഥനകൾ അത് കൃത്യമായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് നിങ്ങളുടെ പ്രയാസങ്ങളുടെ ഭാരം ഒഴിവാക്കണം, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പ്രാർത്ഥിക്കുകയും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പ്രവേശിക്കണം എന്നുമുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ അത് ഫലം കാണുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടതോ വിഷമകരമായ സാഹചര്യങ്ങളോ ഉണ്ട്. തീർച്ചയായും അത്തരം ദുഃഖഭാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു കിട്ടിയാൽ മാത്രമാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുവാനും ഭാവി കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സമയം നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആർജിക്കേണ്ടത് മനസ്സിന്റെ ആ സമാധാനം, മനോനില കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ വളരെ വിഷമകരമായ ടെൻഷനുള്ള ആ മനസ്സ് അത് മാറ്റി നിർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഈ കാര്യങ്ങൾ കാണുവാൻ ഇടയായത്, കേൾക്കുവാൻ ഇടയായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിമിത്തമാണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സന്ദേശവും അല്ലെങ്കിൽ തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതായ 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം വെറ്റിലയാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം അടയ്ക്കയാണ്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമതകളാണ് അല്ലെങ്കിൽ എന്ത് പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് എങ്കിലും ആ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന പ്രാർത്ഥന ഈ സമയം വേണ്ടതാകുന്നു. ആ പ്രാർത്ഥനയെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ആ ഒരു പ്രാർത്ഥനയോട് കൂടി വേണം നിങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ. അതായത് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയും ആ വിഷമതകൾ ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥനയോടെയും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതാണ്. ശേഷം പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്നതായ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഈ അധ്യായത്തിലൂടെ ചില സത്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ആ കാര്യങ്ങൾ എല്ലാം പോസിറ്റീവ് ആകണം എന്നില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.
ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം പരിശോധിക്കുമ്പോൾ തൊടുകുറി ഗണിതപ്രകാരം നോക്കുന്നതായ അവസരത്തിൽ വളരെയധികം പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് കാണുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട് എന്നും പലതും നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പല കാര്യങ്ങളിലും വീണു പോകുന്നതായ, അതായത് പ്രതിസന്ധികളിൽ വളരെയധികം അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തുടക്കം ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ക്രമേണ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സ്വഭാവ പ്രകൃതി നോക്കുമ്പോൾ വളരെ ശാന്തരായ വ്യക്തികൾ തന്നെയാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും. പരാജയം സംഭവിച്ചാൽ പോലും അത് അത്തരത്തിൽ വിട്ടുകൊടുക്കുവാൻ താല്പര്യപ്പെടാത്തവരാണ്. അവസാന നിമിഷം വരെ പൊരുതുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം. അത്തരത്തിൽ ഉപാധികൾ കണ്ടെത്തുവാൻ സാധിക്കുകയും പ്രശ്നപരിഹാരങ്ങൾ അല്ലെങ്കിൽ സാധ്യമാകുന്ന പരിഹാരങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ളവരാണ്. എന്നാൽ അതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുന്നത് പലരുമാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അനർഹരായ പല വ്യക്തികളും ജീവിതത്തിൽ നിന്നും കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം പലരും അനുഭവിക്കുകയും നിങ്ങൾക്കത് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ തൊടുകുറി ഗണിതപ്രകാരം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അല്പം വൈകിട്ടാണ് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നൽകാൻ പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല. ആ കാര്യങ്ങൾ ആ ഗുണകരമായതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സമ്മാനമോ നിങ്ങളിലേക്ക് വന്നു ചേരും. എന്നാൽ ഈ സമയം നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല. ആഗ്രഹം എന്താണോ അത് ദൈവം നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അത് പല കാര്യങ്ങളുമാകാം. നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സന്താനങ്ങളുടെ ഉയർച്ചയാകാം, അല്ലെങ്കിൽ അവരുടെ സന്താന ലബ്ധി, വിവാഹം, വീട്, അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക, വാഹനം വാങ്ങുക, അത്തരത്തിൽ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അസുലഭമായി തീരുന്നതായ സാഹചര്യമാകാം. എന്നാൽ മാതാപിതാക്കളാണ് എങ്കിൽ അവരുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആകാം. മുതിർന്നവരാണ് എങ്കിൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളാകാം. അപ്രതീക്ഷിതമായ സന്തോഷകരമായ കാര്യങ്ങളാകാം. എന്നാൽ അല്പം വയസ്സായിട്ടുള്ളവരാണ് എങ്കിൽ അവർക്ക് രോഗശാന്തിയായിരിക്കും ഫലമായി ലഭിക്കുക. ഇത്തരത്തിൽ പല പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു കിട്ടുന്നതായ സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ചിന്തകൾ കൂടുതൽ ഷാർപ്പാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ കടന്നു വരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ പ്രയാസങ്ങൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ടതായിട്ടില്ല. അത് താൽക്കാലികം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം നിങ്ങളുടെ പ്രവൃത്തികൾ കൃത്യമാക്കുകയും മനസ്സിനെ ശാന്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് ചേർന്ന് നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അത് പ്രാർത്ഥനകളാകാം, ക്ഷേത്ര ദർശനമാകാം, അല്ലെങ്കിൽ നിത്യവും ആ ദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ സമയം അപ്രതീക്ഷിതമായി തന്നെ സമ്മാനങ്ങൾ തന്മൂലം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് കൃത്യമായ മറുപടി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് പകർന്നു നൽകും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ
പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്താണോ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരം ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ സമയം തടസ്സമായി ചിലർ വന്നു ചേർന്നാലും അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നു ചേരുമ്പോൾ ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും അത് സാധിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ്. ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. എന്നാൽ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല എന്നതിനാൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായി എന്ന് വരാം. എന്നാൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. അതിനാൽ ഈ സമയം നിങ്ങളുടെ പ്രവൃത്തികൾ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകണം. കാര്യങ്ങളെ നിങ്ങൾ അനുകൂലമാക്കി തീർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നൽകുന്നതായ സന്ദേശം ഈ സമയം ഒരിക്കലും നിങ്ങൾ താഴാൻ പാടുള്ളതല്ല. അതായത് മനസ്സിന്റെ വിഷമതകൾ അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരേണ്ടതായ കാര്യങ്ങൾ ആ കൃത്യമായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു തന്നെ മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ ചിത്രമായ അടക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും മനസ്സ് അസ്വസ്ഥമാണ് എന്ന് ഗണിതപ്രകാരം കാണുവാനായി സാധിക്കുന്നു. ഒരു ഗണിതപ്രകാരം നോക്കുന്നതായ അവസരത്തിൽ പല വേവലാതികൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് കാണുന്നു. പല കാര്യങ്ങളും പലരോടും തുറന്നു പറയുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ചില രോഗദുരിതങ്ങൾ അത് നിങ്ങൾക്കോ കുടുംബത്തിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടോ വിഷമിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ ഒരു പുതിയ ചുവടുവെപ്പായി നിങ്ങൾക്ക് മാറാം. അതൊരു പുതിയ ജീവിതമാകാം. അത്തരത്തിൽ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് എന്ന് കാണുന്നു. അതൊരു പുതിയ ബിസിനസ് ആരംഭമാകാം, അല്ലെങ്കിൽ കാര്യാലോചനകൾക്ക് ശേഷം ചില കാര്യങ്ങളിൽ എടുക്കുന്ന പുതിയ തീരുമാനങ്ങളുമാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് വളരെ കാലങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത് തൊഴിലാകാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സംരംഭമാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതൊരു ചെറിയ തോതിലുള്ള ബിസിനസ് ആകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട് എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നീണ്ടുപോകരുത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് ഗുണകരമായി ഭവിക്കുവാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതായ ആശങ്കകൾ, നെഗറ്റീവായ ഊർജം, ഇവ നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യത്തിലും ധൈര്യപൂർവം ഇറങ്ങേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. ധൈര്യപൂർവം നിങ്ങൾക്ക് ഇറങ്ങുവാൻ സാധിക്കുകയാണ് എങ്കിൽ, പ്രവർത്തിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അതിലേക്ക് വിജയങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. തർക്കങ്ങൾ ഈ സമയം ഉണ്ടാകണം എന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഈ സമയം പല കാര്യങ്ങളും അനുകൂലമായി തീരാം. മാനസികപരമായും ശാരീരികപരമായും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ശക്തി കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. ഈ ശക്തി എന്ന് പറയുമ്പോൾ മനസ്സിന്റെ വിഷമതകളെ തരണം ചെയ്യുവാൻ പാകത്തിനുള്ള ശക്തിയായിരിക്കും. അതിനാൽ തീർച്ചയായും ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. മനസ്സിന്റെ നിയന്ത്രണം അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കും. പലപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതിരുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റമാണ് സംഭവിക്കുക എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ വളരെ മോശകരമായ അവസ്ഥയിൽ നിന്നും കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരുകയും ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് റിക്കവർ ചെയ്യുവാൻ സാധിക്കും. അതൊരു പക്ഷേ ധനപരമായ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായ വിഷമതകളാകാം,
ചെയ്തു പോയതായ ചില തെറ്റുകളിൽ നിന്നും ഒരു മോചനമാകാം, മാനസികമോ ശാരീരികമോ ആയ ഒരു വ്യത്യാസവുമാകാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടെത്തുവാനും പല കാര്യങ്ങളിൽ വിജയം നേടുവാനും സാധിക്കും. അപ്പോൾ തീർച്ചയായും ഈ ഒരു അവസ്ഥയിൽ സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ വിഷമകരമായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും അതൊരിക്കലും നീണ്ടുപോകാൻ പാടില്ല എന്ന് കാണുന്നു. ഇവിടെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ, ചെയ്യേണ്ടവർ തന്നെയാണ് നിങ്ങൾ, എന്നാൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഭയപ്പെട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നു. ആ കാര്യം ഞാൻ ചെയ്താൽ അത് അനുകൂലമാകുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇത്തരത്തിൽ പലവിധ നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ ബാധിക്കുകയും അത് നിങ്ങൾക്ക് തീർച്ചയായും അസ്ഥിരത, ഒരു സ്ഥിരമായ ഒരു നിലപാടില്ലാതാക്കി തീർക്കുവാൻ കാരണമാകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ച കാര്യങ്ങളാണ് എങ്കിൽ അത് മറ്റുള്ളവർക്ക് ദോഷമല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് പ്രവർത്തിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് എത്ര തന്നെ ഇത്തരം കാര്യങ്ങളെ മറികടക്കുവാൻ സാധിക്കുന്നുവോ അതോടുകൂടി ജീവിതത്തിൽ അല്പം നേട്ടങ്ങൾ കടന്നു വരാവുന്നതാണ്. പല കാര്യങ്ങളിലും അത് ഗുണകരമായി ഭവിക്കും എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിൽ നിങ്ങൾ വിജയിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നൽകാൻ പോകുന്നതായ ഭാഗ്യാനുഭവങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് തന്നെ കടന്നു വരും എന്നുള്ളതാണ്. അത് തടസ്സപ്പെടുത്തുവാൻ ചില ശത്രുക്കൾ വിചാരിച്ചാൽ പോലും സാധിക്കാത്തതായ അവസ്ഥ കടന്നു വരാം. ഈ സമയം എന്താണ് നിങ്ങളുടെ തീരുമാനങ്ങൾ എന്നത് പ്രാധാന്യം അറിയിക്കുന്നതാണ്. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ പ്രതീക്ഷിക്കാത്തതായ തീരുമാനമാകാം, അവർ പോലും പ്രതീക്ഷിക്കാത്ത ധീരമായ തീരുമാനങ്ങളാകാം. അത്തരം കാര്യങ്ങളാണ് ഇനി നിങ്ങളിൽ നിന്നും കടന്നു വരേണ്ടത്. ഈ സമയം നിങ്ങൾ ഒരു കാര്യത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പൂർണ്ണമായ ആത്മാർത്ഥതയോടെ തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഒരുപാട് പേരോട് ചിന്തിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് തീരുമാനം എടുക്കുന്നതിന് പകരം ധൈര്യപൂർവമായി തന്നെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ആ പ്രവൃത്തി തുടക്കത്തിൽ പരാജയപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് വീണ്ടും അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് എങ്കിലും മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ആത്മാർത്ഥത കൂടുതൽ കൈവരിക്കുവാനും അത് ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാനും അത് വിജയങ്ങളിലേക്ക് നയിക്കുവാനും സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സംഭവിക്കുന്നത് അത് എന്ത് തന്നെയാണ് എങ്കിലും അത് ദൈവനിശ്ചയം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് വിജയ സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ കാഴ്ചക്കാരായി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് മാറേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത് എന്ന് കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കുവാനുള്ള സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. തീർച്ചയായും അത് നിങ്ങൾ കൃത്യമായി സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും അത് വിജയം വരിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ പ്രവേശിക്കാനായി പോവുകയാണ്. അതിനാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ട് ഉണ്ടാകേണ്ടതാണ്.